ഞാൻ ആ ക്യാമ്പയിനെ കുറിച്ച് ചോദിക്കുന്നത് BJP ഓരോ സംസ്ഥാനം പിടിക്കുമ്പോഴും മോദിയെ മുന്നിലിറക്കി സ്റ്റാർ ക്യാമ്പയിനറാക്കിയും അതായത് സംസ്ഥാന നേതൃത്വത്തെ തന്നെ മാറ്റി വെച്ചുകൊണ്ട് മോദിയെ മുന്നിൽ നിർത്തി അത് പിടിക്കുക എന്നുള്ള ഒരു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം എത്തിയിരുന്നില്ലേ കേരളത്തിൽ? വേറെ വഴിക്കാണോ പോയത്? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാത്രമല്ലല്ലോ, BJPയുടെ സമുന്നതനായ നേതാവല്ലേ. അത് ഇപ്പോൾ മുതലല്ല കേരളത്തിൽ വന്നു തുടങ്ങിയത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലല്ല അദ്ദേഹം ആദ്യമായി വരുന്നത്, എത്രയോ തവണയായി. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലൊരു ടീമാകെ കേരളത്തിൽ വരട്ടെ. വരുമ്പോൾ വല്ലതുമൊക്കെ തന്നു പോകണം. കേരളത്തിന് തരാനുള്ള 1,632 ഞങ്ങളുടെ അവകാശം, നമ്മുടെ അവകാശം കേരളത്തിൽ തരണം. ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, തരണം. അതാണ് കേരളത്തിൻ്റെ ആവശ്യം. അത് തരാൻ വേണ്ടിയിട്ടുള്ള കൂടി വരവാണെങ്കിൽ കൂടുതൽ സന്തോഷമായി. എത്ര പേരും കേരളം സന്ദർശിക്കട്ടെ. അതിഥി ദേവോ ഭവ എന്നുള്ളതാണ് കേരളത്തിൻ്റെ മുദ്രാവാക്യം. തൊഴുകൈകളോടെ 2 കൈ നീട്ടി കേരളം സ്വീകരിക്കുന്നു. നല്ല ഹോസ്പിറ്റാലിറ്റി കേരളത്തിൻ്റേതുണ്ട്. എല്ലാവിധത്തിലുള്ള ആചാരങ്ങളോടും സ്നേഹത്തോടും കൂടി എല്ലാ ബഹുമതികളോടും കൂടി സ്വീകരിക്കും. വോട്ടിൻ്റെ കാര്യത്തിലുണ്ടാകില്ല. അത് വോട്ട് ശരിയുടെ പക്ഷത്ത് ചെയ്യും.